മഹാരാഷ്ട്ര മാലേഗാവ് സ്ഫോടന കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട് NIA പ്രത്യേക കോടതി. സ്വാതി പ്രഗ്യാ സിംഗ് ഠാക്കൂറും കേണൽ പുരോഹിതും അടക്കം 7 പ്രതികളെയാണ് വെറുതെ വിട്ടിരിക്കുന്നത്. പുരോഹിത് ആദ്യം സൂക്ഷിച്ചതിന് തെളിവില്ല. സ്ഫോടക വസ്തു വെക്കാനായി പ്രഗ്യ ബൈക്ക് വിട്ടുകൊടുത്തതിനും തെളിവില്ല എന്ന് കോടതി. പ്രതികളെ വെറുതെ വിട്ട വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ഇരയായവരുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു. ഗൗതം ആമ്രകുഞ്ചമാണ് വിവരങ്ങളുമായി ഇപ്പോൾ നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. ഗൗതം, 17 വർഷം പഴക്കമുള്ള കേസാണിപ്പോൾ. മുഴുവൻ പ്രതികളെയും വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായിരിക്കുന്നു. ഒരു തെളിവ് പോലും NIAക്ക് കോടതിയിൽ ഹാജരാക്കാനായില്ലേ? എന്താണ് ഈ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ? ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിരീക്ഷണം കോടതി നടത്തിയിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും, അതായത് ഈ കുറ്റം ആരോപിക്കപ്പെട്ടവർക്ക് മേൽ അത് തെളിയിക്കുന്നതിനുള്ള യാതൊരു തരത്തിലുള്ള തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കണ്ടെത്തലോടുകൂടിയാണ്, നിരീക്ഷണത്തോടു കൂടിയാണ് മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നത്. മുൻ BJP MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള ശ്രീകാന്ത് പുരോഹിത് ഉൾപ്പെടെയുള്ള 6 പേർ, ഇവരെല്ലാവരും തന്നെ ഈ കേസിൽ കുറ്റവിമുക്തരായിരിക്കുകയാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ റിപ്പോർട്ട് പ്രകാരം ഈ കുടുംബങ്ങൾക്ക്, അതായത് ഈ സ്ഫോടനത്തിൽ മരിച്ച 6 പേരുടെയും കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നും പരിക്കേറ്റ 100-ലധികം പേർക്ക് 50,000 രൂപ ധനസഹായം നൽകണമെന്നും കൂടി കോടതി ഈ വിധിയിൽ പറയുന്നുണ്ട്. എന്തായാലും അപ്രതീക്ഷിതം, ഒരുപക്ഷെ NIAയുടെ കേസിൻ്റെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപക്ഷെ ഈ വിധി ഉണ്ടായതിൽ അത്ഭുതപ്പെടാവുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ഇരയാക്കപ്പെട്ടവരുടെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എന്തായാലും 2008 ഈ സംഭവം ഉണ്ടാകുന്നത്. മലേഗാവിൽ സ്ഫോടനം ഉണ്ടാകുന്നു. 2011 ഇത് NIA ഏറ്റെടുക്കുന്നു. അതിനുശേഷം 2008 മുതൽ 11 വരെയുള്ള കാലഘട്ടത്തിൽ മഹാരാഷ്ട്ര ATS അന്വേഷിച്ചിരുന്ന ഹേമന്ത് കർക്കറുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയ പ്രഗ്യാ സിംഗ് ഠാക്കൂർ ഉൾപ്പെടെയുള്ള ആളുകൾ കുറ്റക്കാരാണെന്നുള്ള ചാർജ് ഷീറ്റിന് സപ്ലിമെൻ്ററി ചാർജ് ഷീറ്റ് നൽകുന്നു 2016. പിന്നീട് 2018 ഇതിൻ്റെ വിചാരണ ആരംഭിക്കുന്നത്. 2025 ഏപ്രിലോട് കൂടിയിട്ട് വിചാരണ പൂർത്തിയാക്കുകയും തുടർന്ന് ഇന്നിപ്പോൾ വിധി പ്രസ്താവം വരികയും ഉണ്ടായിരുന്നു. ഈ NIA കേസിനകത്ത് 2011 ഇടപെട്ടതിന് പിന്നാലെയാണ് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് വേണം നമുക്ക് ഈ കേസിൻ്റെ നാൾ വഴി പരിശോധിച്ചാൽ മനസ്സിലാക്കേണ്ടത്. 323 സാക്ഷികളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 400-ലധികം ആർട്ടിക്കിളുകൾ പരിശോധിച്ചു. 10,000-ലധികം തെളിവുകൾ ശേഖരിച്ചു. ഇങ്ങനെയൊക്കെയാണ് NIA ഈ അന്വേഷണത്തെക്കുറിച്ച് നേരത്തെ നൽകിയിരുന്ന റിപ്പോർട്ടെങ്കിൽ ഈ 10,000 തെളിവുകളും ഒരു തരത്തിലുള്ള സ്വാധീനവും കേസിൽ ചെലുത്തിയിട്ടില്ല. തെളിവുകളുടെ അഭാവത്തിൽ മുഴുവൻ പ്രതികളെയും നിരുപാധികം വിട്ടയക്കുകയാണ് കോടതി ചെയ്തത്. ലക്ഷ്മി. ഗൗതം ആമ്രകുഞ്ചമാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.